പല ആളുകൾക്കും പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ഒരു സംശയം, ഞാൻ തന്നെ പലപ്പോഴും വ്യക്തിപരമായി ഇങ്ങനെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നത് തെറ്റാണോ? ഖുർആൻ ഓതുന്നത് പോലും നിർത്തണമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്, ഇത് ശരിയാണോ എന്നുള്ളതാണ് ഒരു പ്രേക്ഷകനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് സംസാരിക്കാൻ അനുവാദമുണ്ടോ? ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും അത് നിർത്തിവെക്കണമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ബാങ്ക് കേൾക്കുന്നവരോട് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കുകയാണോ വേണ്ടത് അല്ലേ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും. ആ നിലക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സല്ലു അലയ്യ ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ സുമ്മ സലുല്ലാഹ ലിൽ വസീല ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അന ഹുവ ഫമൻ സഅല ലി അൽ വസീല ഹല്ലത് ലഹു ശഫാഅ. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. അപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ നാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ നാമും അത് മുഅദ്ദിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. ഇത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്നാണ്. പിന്നെ പറയുന്നത് എനിക്ക് വസീലയെ ചോദിക്കണമെന്നാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഇതാണ് ആ വസീലയുടെ ചോദ്യം. ഈ പ്രാർത്ഥന നമുക്കൊക്കെ പരിചയമുണ്ട്. പിന്നീട് നിങ്ങൾ അത് പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് അയാളുടെ മേൽ ചൊല്ലും. അപ്പോൾ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീന ഗുഫിറ ലഹു ദംബുഹു. മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നൊക്കെ അഷ്ഹദു ഞാനും സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുക. റദീതു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂല വ ബിൽ ഇസ്ലാമി ദീന. ഇങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഇത് അധികമായി പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, പ്രവാചകൻ്റെ ശഫാഅത്ത് കിട്ടുന്ന, അള്ളാഹുവിൽ നിന്ന് 10 സ്വലാത്ത് കിട്ടുന്ന, ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്ന, കാരണം അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ, ഷഹാദ, ഇതിനൊക്കെ ഒരുപാട് കൂലിയുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ ഒരു കൻസ് തന്നെയാണെന്നാണ്, സ്വർഗത്തിലൊരു കൻസാണ് എന്നാണ്. ഇത്രയുമൊക്കെ നമുക്ക് പറയാൻ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് സംസാരം തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഇത്രയും പുണ്യമുള്ള കാര്യം ചെയ്യുകയാണ് വേണ്ടത്. മാത്രമല്ല സ്വഹീഹായ മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുമ്പോഴുള്ള ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആ. ആ സമയത്ത് നമുക്ക് മറ്റു പല കാര്യങ്ങളും ദുആ ചെയ്യാനുണ്ട്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചില സഹാബികൾ പറയുകയാണ്, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനന, ബാങ്ക് കൊടുക്കുന്നവർക്ക് ഞങ്ങളെക്കാൾ ഫضل കിട്ടിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നവർക്ക് കൂടുതൽ ഫضل ഉണ്ടല്ലോ നബിയെ, അപ്പം ഞങ്ങൾക്ക് അത് കിട്ടാനുള്ള വഴി എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ കമാ യഖൂലൂൻ, ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് നിങ്ങളും പറഞ്ഞോളൂ, അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഫضل കിട്ടും. മാത്രമല്ല ഫഇദൻ തഹൈത ഫസൽ തുഅത, ബാങ്കിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്തു, അതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചെയ്യാനുണ്ട്. പലപ്പോഴും നാമൊക്കെ അത് മറന്നു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് കേൾക്കുമ്പോൾ പരമാവധി മൗനം അവലംബിക്കുകയും
ഈ പറഞ്ഞ സുന്നത്തുകൾ നടപ്പിൽ വരുത്തലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് ആരോടാണോ ഒരുപക്ഷെ അയാൾക്ക് ആ സുന്നത്ത് ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അതും നമ്മൾ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായി തീരും അത്. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു എന്ന് കരുതുക, അതൊരു ഹറാമാണോ നിഷിദ്ധമാണോ പാടില്ലാത്ത കാര്യമാണോ, അങ്ങനെ ചെയ്താൽ കുറ്റം കിട്ടുമോ? ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നത് ഹറാമല്ല. ഒരാൾക്ക് ഏതെങ്കിലും ഹാജത്തുണ്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കുന്നതിൽ വിരോധമില്ല, അവർക്ക് ആ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല എന്നേ ഉള്ളൂ. അതിനുള്ള തെളിവ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. താബിഈങ്ങൾ പറയുകയാണ്, അന്നഹും കാനൂ ഫി സമാനി ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ യുസല്ലൂന യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകും. ഹത്താ യഖ്റുജ ഉമർ ബിനുൽ ഖത്താബ് ഫൈദാ ഖറജ ഉമർ ബിനുൽ ഖത്താബ് വജലസ അലൽ മിൻബർ വഅദ്ദനൽ മുഅദ്ദിൻ ജലസ്നാ നതഹദ്ദസ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരും, മിമ്പറിൽ കയറും. അപ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കുമ്പോൾ ജലസ്നാ നതഹദ്ദസ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന. അപ്പോൾ അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇദാ സക്കത്തൽ മുഅദ്ദിനു വഖാമ ഉമർ സക്കത്ന. എന്നാൽ ബാങ്ക് കഴിഞ്ഞ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബ തുടങ്ങിയാൽ ഞങ്ങൾ മിണ്ടാതിരിക്കും. അപ്പോൾ ഖുതുബ തുടങ്ങുന്നത് വരെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഫലം യതകല്ലം മിന്ന അഹദുൻ, ഖുതുബ തുടങ്ങിയാൽ പിന്നെ സംസാരിക്കാറില്ല. ഇതിനെ തെളിവായി പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായ വിഷയങ്ങൾ കണ്ടാൽ വരെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. മാത്രമല്ല മിമ്പറിൽ വെച്ച് ആ നിലക്കുള്ള എന്ത് കണ്ടാലും അദ്ദേഹം പ്രതികരിച്ചത് ധാരാളം ഹദീസുകളിൽ അല്ലെങ്കിൽ അസറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മിമ്പറിൽ ഇരുന്ന് എല്ലാവരെയും കാണാവുന്ന ഒരു സീറ്റിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ ഈ പറയപ്പെട്ട താബിയങ്ങളൊക്കെ മുന്നിലിരുന്ന് സംസാരിച്ചിട്ടും അവരോട് സംസാരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റായിരുന്നെങ്കിൽ, അതൊരു ഹറാമായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം വിലക്കുമായിരുന്നു. മാത്രമല്ല ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ചില ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പല വിഷയങ്ങളും സംസാരിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കൽ ഒരു ഹറാമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ചെയ്യാനുണ്ട്, അത് തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ഹൈർ. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു അലം. ഇതിനോട് ചേർത്തൊരു ചോദ്യം, ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ ഒരുപാട് സുന്നത്തുകൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ചില സംസാരങ്ങളിൽ കേട്ടതായിട്ട് ഓർക്കുന്നു, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്ന ആളുകൾക്ക് മരണസമയത്ത് കലിമ ചൊല്ലാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാണ്, അതുകൊണ്ട് ഒരാളും ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. താങ്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നാണ്. ശരിയാണോ? അതെ, അതായത് മരിക്കുന്ന സന്ദർഭത്തിൽ കലിമ ചൊല്ലാതെ മരിക്കുക എന്നുള്ളത് ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയമാണെങ്കിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അതിനെ അനുവദിക്കുമായിരുന്നില്ല, സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ അങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. അപ്പോൾ ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല, സ്വഹാബികളുടെ അക്വാലുകളിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു പക്ഷേ ബാങ്കിനോടുള്ള ബഹുമാനം കൊണ്ട് ആരെങ്കിലും പറഞ്ഞ് പരത്തിയ ഒരു കാര്യമാണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതേ സന്ദർഭത്തിൽ അങ്ങനെ ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ അതിനോടൊരു ആദരവ് കാണിക്കലും ബഹുമാനം കാണിക്കലും ഈ നിലക്ക് മൗനം അവലംബിച്ചുകൊണ്ട് ഈ സുന്നത്തൊക്കെ നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്നതിൽ സംശയവുമില്ല. അല്ലാഹു അലം. ബാറക്കല്ലാഹ്. ഇയ്യാക്കും.